എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പെട്ടെന്ന് വേഗം മേക്കപ്പ് ചെയ്ത് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഷോളൊന്ന് 2 സൈഡിലേക്ക് ആക്കിയിടാം. പിന്നെ ഞാൻ ഇവിടെ ഈ ഗ്രീൻ ഡ്രസ്സാണ് കേട്ടോ ഇടാൻ പോണത്. അപ്പം ഞാൻ ഈ മേക്കപ്പ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ ഒരു മേക്കപ്പിൻ്റെ ബോക്സ് ഉണ്ട്, ഇബാ കോസ്മെറ്റിക്സിൻ്റെ കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഒരുങ്ങാൻ പോണത്. ഞാനിപ്പോൾ ചെയ്ത് കഴിയണത് കണ്ടാലും ഞാൻ പേഴ്സണലി അത് ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ, അതും ക്ലോസ് ആയിട്ടുള്ള കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ അങ്ങനെയൊക്കെ ഇടലുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒന്നും ഇടാതാണ് എല്ലായിടത്തും പോക്ക്. അപ്പം ആദ്യം നമുക്കൊന്ന് സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഇട്ടിട്ടത്. ഇത് ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ്, നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതേപോലെ തന്നെ എല്ലാ സ്കിന്നിനും പോകുന്ന ഒരു മോയ്സ്ചറൈസർ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഓരോ ബ്രാൻഡ് യൂസ് ചെയ്യുമ്പോഴായാലും നിങ്ങളുടെ സ്കിന്നിനും കൂടി അത് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടും കൂടി യൂസ് ചെയ്യുക. കാരണം എനിക്ക് ഇബാ കോസ്മെറ്റിക്സ് വലിയ കുഴപ്പമില്ല, ഇറിറ്റേഷനോ കാര്യമോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ കസിൻ അങ്ങനെ അല്ലേനു, എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിങ്, ഭയങ്കര ചൊറിയലൊക്കെ പോലെയാണ് കേട്ടോ. അപ്പം ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ചിട്ടാണ് ഓരോ ബ്രാൻഡ് സ്യൂട്ടാവുക. അപ്പം വാങ്ങുമ്പം ഓരോന്ന് സ്കിന്നിനും കൂടി സ്യൂട്ടായത് നോക്കിയിട്ട് മേടിക്കുക കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ മോയ്സ്ചറൈസറൊക്കെ തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലിപ്പിനൊന്ന് മോയ്സ്ചറൈസ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ലിപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ് ബാമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതും മോയ്സ്ചറൈസർ പോലെ തന്നെ ഒരു അടിപൊളി ലിപ് ബാമാണ്. പിഗ്മെൻറ്റേഷന് പിന്നെ അതേപോലെ നമുക്ക് ഇങ്ങനെ ഡ്രൈ ലിപ്പിനൊക്കെ ഏറ്റവും ബെറ്റർ. എൻ്റെതൊക്കെ ഭയങ്കര ഡ്രൈ ലിപ്പാണ്. നമ്മൾ രാത്രിയൊക്കെ യൂഷ്വലി ലിപ് ബാം തേച്ച് കിടക്കുകയാണെങ്കിൽ മോർണിംഗിലേക്കൊക്കെ അടിപൊളിയായിട്ട് അത് മാറും കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു ലിപ് ബാമാണ്. പിന്നെ ഞാൻ ഇബാ കോസ്മെറ്റിക്സിൻ്റെ തന്നെ പ്രൈമറാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റേജായിട്ട് യൂസ് ചെയ്യണത്. എൻ്റെ കയ്യിൽ എല്ലാ പ്രൊഡക്ട്സൊന്നുമില്ല, മേക്കപ്പിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ഇല്ല, എന്നാലും ഉള്ളത് വെച്ചിട്ട് ഒരു സിമ്പിൾ ക്യുക്ക് മേക്കപ്പ് ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ പ്രൈമറി ഞാൻ ലേശം എടുത്തിട്ട് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കേണ്ട മുഖത്തിന്. പിന്നെ നമ്മൾ ഓരോ കാര്യം തേക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക, നമ്മളെ ഫേസ് നമ്മളൊന്ന് ജസ്റ്റ് മസാജ് ചെയ്യുന്ന പോലെ തേച്ച് കൊടുക്കുക. സർക്കുലർ മോഷനിൽ എങ്ങനെ മസാജ് ചെയ്യുന്ന പോലെ ഒരു നമ്മൾ തേക്കുന്ന ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈമിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൈമർ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നേരെ ഫൗണ്ടേഷനാണ് കേട്ടോ ഇടാൻ പോണത്. ഒക്കെ വളരെ കുറച്ചാണ് ഇടണത്. ഞാൻ ആദ്യം പറഞ്ഞില്ല, എനിക്ക് ഈ കാര്യത്തിനോട് മേക്കപ്പ് ചെയ്യാൻ അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റി വലിയ അടിപൊളി ഐഡിയ ഒന്നുമില്ല, എന്നാലും ഉള്ളത് വെച്ചിട്ട് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടോ. അങ്ങനെ പ്രൈമറി ടൈമിൽ മേക്കപ്പിൻ്റെ പരിപാടിയിലേക്ക് ഇനി കിടക്കാം. അങ്ങനെ ഇബാ കോസ്മെറ്റിക്സിൻ്റെ തന്നെയാണ് ഫൗണ്ടേഷനും യൂസ് ചെയ്യുന്നത്. ആ സെയിം ഫൗണ്ടേഷൻ എടുത്ത് ഒരിത്തിരി കയ്യിലാക്കിയിട്ടോ. ഫൗണ്ടേഷൻ ഡയറക്റ്റ് ഫേസിലേക്കൊന്നും അങ്ങനെ അടിക്കരുത്, ഒന്നെങ്കിൽ പാലറ്റിലാക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൈമലാക്കിയിട്ടോ എത്തും, പിന്നെ ഫേസിലേക്ക് ഇട്ടാൽ മതി. അങ്ങനെ ഞാൻ ഒരു ഡ്രോപ്പ് എടുത്തിട്ടുള്ളൂ, പക്ഷേ അതെന്നെ കുറേ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിരിക്കണേ. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് ഫൈനൽ ലുക്ക് കണ്ടിട്ട് എന്തായാലും നിങ്ങൾ പറയണം എന്താണ് അഭിപ്രായം എന്നുള്ളത്. രസമുണ്ടോ ഇല്ലേ, സുന്ദരിക്കണോ ഇല്ലേ എന്നൊക്കെ ഒന്ന് പറയണേ. ഞാൻ ഫൗണ്ടേഷന് മുഖത്ത് ഇങ്ങനെ കുത്താക്കിയിട്ട് ഇട്ടെടുത്തിട്ടു. പിന്നെ അതേപോലെ ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ബ്ലെൻഡർ നമ്മളൊന്ന് നനച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, നനച്ചിട്ട് അതിലുള്ള വെള്ളം ഫുൾ സ്ക്യൂസ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലോണം ബ്ലെൻഡ് ആവണ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡയറക്റ്റായിട്ട് ബ്ലെൻഡർ യൂസ് ചെയ്യാതെ ഒന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ലോണം ബ്ലെൻഡ് ആവണ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും കേട്ടോ.
പൗഡർ എടുത്തിട്ട് ഒന്ന് വളരെ ഇത്തിരിയാണ് ഞാൻ എടുക്കുന്നത്. എൻ്റെ ഒരു ഇതിലാണ് പറയുന്നത്. നിങ്ങൾ ഐഡിയ പോലെ ചെയ്യുക. പക്ഷേ സ്റ്റെപ്പ് ഒന്ന് കൺഫേം ആക്കിയാൽ മതി. ഈ കോമ്പാക്ട് പൗഡർ ഇടണ മുന്നേ കൺസീലർ ഉണ്ടെങ്കിൽ കൺസീലർ ഇട്ടെടുക്കാം. ഞാൻ ഇപ്പോൾ അവിടെ കൺസീലർ ഇല്ലാത്തതുകൊണ്ടാണ് യൂസ് ചെയ്യണില്ല. ഡാർക്ക് സർക്കിൾ ഉണ്ട്, പക്ഷേ വലിയ കുഴപ്പമില്ല എന്നുള്ള ഇതിലാണ്. അപ്പോൾ ഞാൻ കൺസീലർ ഇതിൽ ഇല്ല, അപ്പോൾ ഞാൻ അതും യൂസ് ചെയ്തിട്ടില്ല. കോമ്പാക്ട് പൗഡർ ഒന്ന് യൂസ് ചെയ്തിട്ട് എല്ലായിടത്തും ഒന്നാക്കി കൊടുത്താൽ വളരെ കുറച്ചാണ് കേട്ടോ ഇട്ടത്. പിന്നെ ഇനി നമുക്ക് നേരെ എടുക്കാനുള്ളത് കണ്ണിൻ്റെ പരിപാടിയിലേക്കാട്ടോ. കണ്ണിൻ്റെ പരിപാടിയിലേക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹുദാഗറിൻ്റെ ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. ഇതിന് ഒരു 230 rupees അങ്ങനെ എന്തോ ആണ് കേട്ടോ വന്നത്. പക്ഷേ ഇതിൽ 18 ഷെയ്ഡ്സ് ഉണ്ട്. കുറച്ച് ഗ്ലിറ്ററി പോലെയുള്ള ഷെയ്ഡ്സ് ഉണ്ട്, കുറച്ച് പ്ലെയിൻ ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ ഒരു കോമ്പാക്ട് പൗഡർ വരുന്നുണ്ട്, ഹൈലൈറ്റർ ഉണ്ട്, ബ്ലഷ് ഉണ്ട്, ഐബ്രോൻ്റെ ഇതുണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്, എല്ലാം കൂടി ഉള്ളത്. അപ്പം എല്ലാം കൂടി ആ ഒരു പ്രൈസിന് വർത്തായിട്ട് തോന്നി. പക്ഷേ എത്രത്തോളം ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒന്നും ഇത് യൂസ് ആക്കണത് വലിയ നല്ലതുമല്ല. ഞാനിവിടെ ഒരു റെഡ്, പിങ്ക് അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ഷെയ്ഡ് എടുത്തിട്ടോ. ആ ഷെയ്ഡ് എടുത്തിട്ട് അതിൻ്റെ മേലെ ഞാനൊരു ഗ്ലിറ്ററി പോലെയുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ പണി എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ബ്ലഷ് ഇട്ടെടുത്തു. ഐലൈനറുള്ള ബ്ലഷാണ്. അപ്പം ആ പാലറ്റിലുള്ള ബ്ലഷ് തന്നെയാണ് ഞാൻ അതിനൊരിത്തിരി ബ്ലഷ് ഇട്ടെടുത്ത്. ബ്ലഷ് ഇട്ടെടുക്കുമ്പോൾ കാര്യം ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും ചിരിച്ചിങ്ങാണ്ട് വേണം ബ്ലഷ് ഇടാൻ. അപ്പോഴെല്ലാവരും ചിക്സ് എന്നിങ്ങനെ പിങ്ക് കളറായി നിൽക്കുള്ളൂ. അപ്പം നമ്മൾ ചിരിച്ചിങ്ങാണ്ട് ബ്ലഷ് ഇട്ടെടുത്തു. ബ്ലഷൊക്കെ കുഴപ്പമില്ല, എനിക്ക് ഇത്ര മതി. എൻ്റെ ഒരു ലെവൽ ഓഫ് ബ്ലഷ് ഇതൊക്കെയാണ് കേട്ടോ. ഉണ്ടോ ചോദിച്ചാൽ ഇല്ല പറഞ്ഞില്ല, ആ ലെവലിലാണ് ഞാനിടുക. നിങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ആക്കണേ. പിന്നെ അതേപോലെ ഹൈലൈറ്റർ വന്നിട്ട് കൊടുത്തിട്ടോ. പിന്നെ കുറേ ആൾക്കാർ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിരിക്കണേ, ഞാനതൊന്നും മറന്നിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ബുക്ക് തന്നെ വാങ്ങാൻ തീരുമാനിച്ചിരിക്കണേ ഗൈസ്. എല്ലാവരും ആരൊക്കെ ഹായ് പറഞ്ഞിരിക്കണം ഓരോ പേരൊക്കെ എഴുതിയിട്ട് അതൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ Q&A വീഡിയോയിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അതിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ എല്ലാവരോടും ഹായ് പറയാമെന്ന് വിചാരിച്ചിട്ടോ. കുറേ മക്കളൊക്കെ ഹായ് പറയാൻ പറഞ്ഞിരിക്കണേ, അതൊന്നും മറന്നു പോയിട്ടില്ലടേ, ഞങ്ങൾക്ക് നോട്ട് ചെയ്ത് വെച്ചിരിക്കണേ. ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഞങ്ങൾക്കായിട്ടൊരു ബുക്ക് തന്നെ വാങ്ങാൻ പോവാണ്. എത്ര ആരോടൊക്കെയാണ് ഹായ് പറയാനുള്ളത് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. സോ എല്ലാവരും ആ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ക്വസ്റ്റ്യൻസ് അതിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിലും എനിക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റില്ല. അപ്പം എല്ലാവരും ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അതിനൊന്ന് ഐബ്രോ ഒന്ന് ഷേപ്പാക്കി കൊടുത്താലോ എന്ന്. എനിക്ക് അതൊന്നും വലിയ ഐഡിയ പിടുത്തുള്ള കാര്യമില്ല കേട്ടോ. എന്നാലും ഞാൻ വെറുതെ ചെയ്ത് വെക്കാന്നുള്ള ലെവലിൽ ചെയ്തതാണ്. പക്ഷെ ചെയ്തപ്പോൾ ഒന്നിൽ കുറച്ച് കൂടുതലായ പോലെ തോന്നിട്ടോ. അല്ലേ ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ. അപ്പം പിന്നെ
ഞാൻ എന്നത് ആലോചിച്ചില്ല. കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയട്ടോ എന്താണ് എന്നുള്ളത്. എനിക്ക് ഇപ്പോൾ ഞാൻ ഇടുന്ന കണ്ണില്ല, ആ കണ്ണിലേക്ക് കുറച്ച് കൂടുതലായ പോലെ തോന്നി. നിൻ്റെ തോന്നലാണോ എന്നും അറിയില്ല. ഞാൻ അതൊന്നും തീരെ യൂസ് ചെയ്യാത്ത ആളാണ്, അതുകൊണ്ട് എനിക്ക് അറിയില്ല. എനിക്ക് ഇന്ന് തന്നെ കണ്ടിട്ട് ചിരി വന്നു ഈ ആ സമയത്ത്. മറ്റേ കണ്ണിലപ്പോൾ ഞാൻ കുറച്ച് അതന്നെ ഞാൻ കുറേ പോക്കാനുള്ള കളി കളിച്ച്. സമാധാനമില്ല കേട്ടോ ഒന്നിലിങ്ങനെ എനിക്ക് കണ്ടിട്ട് ഐബ്രോ കണ്ടിട്ട് എന്തോ പോലെയൊക്കെ ഫീൽ ചെയ്യണേ. പിന്നെ ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ലിപ്സ്റ്റിക്കാണ് ഇടാൻ പോണത്. അതും ഇബ കോസ്മെറ്റിക്സിൻ്റെ തന്നെ ആപ്രിക്കോട്ട് ബ്ലഷ് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടമായി ഈ ഷെയ്ഡ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്നൊന്നും അറിയില്ല, പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിക്കണേ. എന്താ ഓരോരുത്തരെ കൺവീനിയൻസ് പോലെ ആണല്ലോ അല്ലേ. എനിക്ക് കണ്ടില്ല എപ്പോഴും എനിക്ക് ആ ഐബ്രോ അങ്ങനെ എന്നിട്ട് എനിക്ക് സമാധാനമില്ല. അങ്ങനെയൊക്കെ തുടയ്ക്കാൻ കഴിയോ അങ്ങനെയൊക്കെ തുടച്ചൊക്കെ എന്നിട്ട് അത് പോണില്ല ഗൈസ്. അത് അവിടെ തന്നെ നിൽക്കുക. ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ പറ. ഗ്രീൻ ഷോളൊക്കെ തന്നെയാണ്. ഫിൽറ്റർ കാര്യമൊന്നും അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം അഭിപ്രായം കമൻറ്റാക്കിയിട്ട് പറയുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വേറെ എന്ത് വീഡിയോ ആണ് വേണമെന്നുള്ളതും കമൻറ്റാക്കാം. അടുത്ത വീഡിയോയിൽ കാണട്ടെ. ബൈ.